മധുരപ്പെട്ടി, അറിവിന്റെയും കഥകളുടെയും തേൻകൂട്. ഗുണപാഠ കഥകൾ. അഹങ്കാരിയായ കാറും ബുദ്ധിമാനായ സൈക്കിളും. ഒരിക്കൽ ഒരിടത്ത് വലിയൊരു നഗരത്തിലെ ആഡംബരമുള്ള ഒരു വീടിന്റെ ഗാരേജിൽ തിളങ്ങുന്ന ചുവന്ന നിറമുള്ള ഒരു കാർ ഉണ്ടായിരുന്നു. താൻ വളരെ വലുതാണെന്നും വില കൂടിയതാണെന്നുമുള്ള അഹങ്കാരം ആ കാറിന് അല്പം കൂടുതലായിരുന്നു. അതേ ഗാരേജിന്റെ ഒരു മൂലയിൽ പഴയതെങ്കിലും ഉറപ്പുള്ള ഒരു സൈക്കിളും ഇരിപ്പുണ്ടായിരുന്നു. കാർ എപ്പോഴും സൈക്കിളിനെ കളിയാക്കുമായിരുന്നു. എന്റെ തിളക്കം കണ്ടോ സൈക്കിളെ? ഞാൻ റോഡിലിറങ്ങിയാൽ രാജാവിനെ പോലെയാണ്. എല്ലാവരും എനിക്ക് വഴി തരും. നീയോ വെറും 2 ചക്രത്തിൽ കഷ്ടപ്പെട്ടോടുന്ന ഒരു പാവം. കാർ പുച്ഛത്തോടെ പറഞ്ഞു. സൈക്കിൾ ശാന്തനായി മറുപടി നൽകി. കൂട്ടുകാരാ, വലിപ്പത്തിലല്ല കാര്യം. ദൈവം എല്ലാവരെയും ഓരോ പ്രത്യേകതകളോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതു കേട്ട് കാർ ഉറക്കെ ചിരിച്ചു. പ്രത്യേകതയോ? നിനക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? എനിക്ക് 100 കിലോമീറ്റർ വേഗത്തിൽ ഓടാം. നീ വെറും മടിയെ. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ 2 പേരും റോഡിലൂടെ പോവുകയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ വളവിൽ വെച്ച് ഒരു കൂറ്റൻ JCB വരുന്നത് അവർ കണ്ടു. ആ റോഡ് വളരെ ഇടുങ്ങിയതായിരുന്നു. ഒരു വശത്ത് വലിയ മതിലും മറുഭാഗത്ത് താഴ്ന്ന ഒരു കുഴിയും ഉണ്ടായിരുന്നു. കാർ പേടിച്ചു പോയി. JCBക്ക് വഴി കൊടുക്കാൻ 1 ഇഞ്ച് സ്ഥലം പോലുമില്ല. കാർ വല്ലാതെ വിയർത്തു. അയ്യോ, ഈ വലിയ വണ്ടി എന്നെ ഇടിച്ചു തകർക്കുമല്ലോ! കാർ നിലവിളിച്ചു. ആ സമയത്ത് സൈക്കിൾ പറഞ്ഞു, പേടിക്കണ്ട, ഇതാ ഈ ഗ്യാപ്പിലൂടെ പോകാം. സൈക്കിൾ വളരെ എളുപ്പത്തിൽ റോഡിന്റെ അരികിലുള്ള ഇടുങ്ങിയ വഴിയിലൂടെ നിരങ്ങി നീങ്ങി സുരക്ഷിതമായി JCBയെ മറികടന്നു. പക്ഷേ കാറിന് വലിപ്പം കൂടുതലായതുകൊണ്ട് അവിടെ ഒതുങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല. JCB കാറിന്റെ സൈഡിൽ ശക്തിയായി ഉരസി കടന്നുപോയി. കാറിന്റെ മനോഹരമായ ചുവന്ന പെയിന്റ് ഇളകി. ഡോറുകൾ ഇളകി. കാർ ആകെ വൃത്തികേടായി. JCB പോയി കഴിഞ്ഞപ്പോൾ സൈക്കിൾ കാറിന്റെ അരികിൽ വന്നു. കാർ സങ്കടത്തോടെ തല താഴ്ത്തി നിന്നു. സൈക്കിൾ പതുക്കെ പറഞ്ഞു, കണ്ടോ കൂട്ടുകാരാ, വലിയവനായ നീ ആ ചെറിയ വഴിയിൽ കുടുങ്ങിപ്പോയി. എന്നാൽ ചെറിയവനായ ഞാൻ അതിലൂടെ സുഖമായി രക്ഷപ്പെട്ടു. അതുകൊണ്ട് ആരെയും ചെറുതായി കാണരുത്. കാറിന് തന്റെ തെറ്റ് മനസ്സിലായി. അന്നു തൊട്ട് കാർ ആരെയും കളിയാക്കാതെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. ഗുണപാഠം. ആരെയും നിസ്സാരമായി കാണരുത്. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളും സ്ഥാനവും ഉണ്ട്. അഹങ്കാരം എപ്പോഴും ആപത്താണ്. ഈ കഥയിലെ ഗുണപാഠം എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുമല്ലോ, അല്ലേ? എങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് നിങ്ങളുടെ സ്നേഹം അറിയിക്കണേ. ഇനിയും ഇതുപോലെ ഒരുപാട് അറിവുകളും കഥകളും ഈ തേൻകൂട്ടിലുണ്ട്. അതെല്ലാം കാണാനായി മധുരപ്പെട്ടി എന്ന നമ്മുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മധുരപ്പെട്ടി, അറിവിന്റെയും കഥകളുടെയും തേൻകൂട്. അടുത്ത കഥയുമായി നമുക്ക് വേഗം കാണാം.